everyone, welcome back. അപ്പോൾ ഞാൻ കുറേ സെൻറ്റൻസസ് ഒക്കെ പണ്ട് തൊട്ടേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ കേട്ടോ. എല്ലാം നന്നായി പഠിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ യൂസ് ചെയ്യണത്, കുട്ടികളോട് യൂസ് ചെയ്യണത്, അങ്ങനെ പലതും നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ ഓഫീസിൽ ഹൗ ഡു വി സ്പീക്ക് ടു അവർ കൊളീഗ്സ് ഓർ ബോയ്സ് ഓർ ഹൂഎവർ ഇറ്റ് ഈസ്, സംതിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഓഫീസ്. അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓഫീസിൽ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ അവരെത്തിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾ ചോദിക്കും, ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ. ഇന്ന് വരുന്നുണ്ടോ, അതെങ്ങനെയാണ് ചോദിക്കുക? ആർ യു കമ്മിങ് ടുഡേ, ആർ യു കമ്മിങ് ടുഡേ എന്ന് ചോദിക്കും അല്ലേ. നിങ്ങളിന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ നമ്മൾ ലേറ്റായി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഒന്നില്ലെങ്കിൽ ബോസ് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ലേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കുക? വൈ ആർ യു ലേറ്റ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നെന്താ ലേറ്റ് ആയേ അല്ലേ. അപ്പോൾ ഇന്നെന്താ ലേറ്റ് ആയേ, വൈ ആർ യു ലേറ്റ് ടുഡേ. ഓക്കെ, ഇന്ന് എന്നുണ്ടെങ്കിൽ ടുഡേ എന്നും കൂടെ ചേർക്കണം. ഓക്കെ, നമുക്ക് എന്നും കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അടുത്തത്. ഓക്കെ, അതായത് ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ എന്ന് പറയല്ലേ. അതെങ്ങനെ നമ്മൾ പറയാം? നമുക്ക് ചിലപ്പോൾ ടീമിനോട് പറയാം, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ദ മീറ്റിംഗ് ടുഡേ. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ദ മീറ്റിംഗ് ടുഡേ. അപ്പോൾ നമ്മൾക്ക് ഒരേ സൊല്യൂഷൻ തന്നെ കൊടുത്ത് മതിയാകുമ്പോൾ നമ്മൾ പറയും, ഇനി ഇത് വേണ്ട, നമുക്ക് ബോറടിച്ച് തുടങ്ങി, നമുക്ക് വേറെ എന്തെങ്കിലും വേണം, ഒന്ന് മാറ്റി ചിന്തിക്കൂ അല്ലേ. ഈ മാറ്റി ചിന്തിക്കൂ എന്നുള്ളതിനെ എങ്ങനെയാണ് പറയുക? തിങ്ക് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. തിങ്ക് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്ന് മാറ്റി ചിന്തിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി അടുത്തതാണ്, നമ്മൾക്ക് ഒരു സംഭവം നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇല്ല, അത് വർക്ക് ആവണില്ല, നമുക്ക് പുതിയ ഐഡിയാസ് വേണം. അപ്പോൾ നമ്മൾ പല ആൾക്കാരുടെ ഐഡിയാസ് എടുക്കില്ലേ. അപ്പോൾ അതിന് നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ വേണം. അപ്പോൾ അവരവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ബ്രെയിൻ സ്റ്റോം എന്നുള്ളത്. നമ്മൾ യൂഷ്വലി എല്ലാ കമ്പനീസിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പറയാം? ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോം സം ന്യൂ ഐഡിയാസ് അല്ലേ. കുറച്ച് ന്യൂ ഐഡിയാസ് നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. മേ ബി ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യാണ്ടിരിക്കാം, അപ്പോൾ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴായിരിക്കാം. സോ ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോം സം ന്യൂ ഐഡിയാസ് ടു മേക്ക് ഇറ്റ് വർക്ക്. അത് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാം. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഐഡിയാസ് തരൂ എന്ന് പറയുന്ന ആ ഒരു ഡിസ്കഷനാണ് നമ്മൾ പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു സാധനമല്ലേ, ഓഫീസിൽ എല്ലാവരും പറയും നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് മീറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് പറയാം? അടുത്ത ആഴ്ച ഒരു ഡിസ്കഷൻ വയ്ക്കാം എന്ന് പറയും. അപ്പോൾ ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്കൊരു ഡിസ്കഷൻ ആവാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ടോപ്പിക്കൊക്കെ തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ടീമിനോട് പറയണം ഒരു പ്രസൻറ്റേഷൻ റെഡി ആവണം എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണ് റെഡി ആവുക ഒരു പ്രസൻറ്റേഷനായിട്ട് എന്ന് ചോദിക്കും. അപ്പോൾ അതിനെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വെൻ വിൽ യു ബി റെഡി വിത്ത് ദ പ്രസൻറ്റേഷൻ. എപ്പോഴാണ് പ്രസൻറ്റേഷനായിട്ട് നിങ്ങൾക്ക് റെഡി ആവാൻ പറ്റുക? വെൻ വിൽ യു ബി റെഡി വിത്ത് ദ പ്രസൻറ്റേഷൻ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഫോമലൊക്കെ ആയിട്ടുള്ളത് പറഞ്ഞു. ഇനി കുറച്ച് കാഷ്വൽ ആയിട്ട് നമ്മളുടെ കൊളീഗ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ലഞ്ചൊന്നും കഴിക്കാൻ പ്ലാൻ ഇല്ലേ, എപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പ്ലാൻ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൻ ഡു യു പ്ലാൻ ടു ഹാവ് ലഞ്ച്? വെൻ ഡു യു പ്ലാൻ ടു ഹാവ് ലഞ്ച്? ഓക്കെ, ഇനി എല്ലാ ഓഫീസിലും നമ്മൾ വർക്ക് ചെയ്ത് മതിയായിരിക്കുമ്പോൾ ഒരാളെങ്കിലും പറയില്ലേ, ഒരു ബ്രേക്ക് എടുക്കാം, കുറേ നേരമായില്ലേ വർക്ക് ചെയ്യുന്നു എന്ന് പറയില്ലേ. ആ ഒരു നമുക്ക് ബ്രേക്ക് എടുക്കാം എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? വളരെ സിമ്പിളാണ് കേട്ടോ. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളുടെ കൂടെ വരുന്ന ആൾ ഒന്ന് നിൽക്കുമോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? ഒരുപാടുണ്ടോ തീർക്കാൻ എന്ന് ചോദിക്കില്ലേ. ഒരുപാടുണ്ടോ തീർക്കാൻ, അതെങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് എ ലോട്ട് ടു ഫിനിഷ്? ഡു യു ഹാവ് എ ലോട്ട് ടു ഫിനിഷ്? ഒരുപാടുണ്ടോ തീർക്കാൻ, അതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. കുറേ തീർക്കാനായിട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മളെന്ത് പറയും? എന്നാൽ ഞാൻ പോട്ടെ, എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കില്ലേ. അതെങ്ങനെയാണ് ചോദിക്കുക? വളരെ സിമ്പിളാണ് കേട്ടോ അതും. ഷാൽ ഐ ലീവ്, ഷാൽ ഐ ലീവ് കേട്ടോ. ഷാൽ ഐ ലീവ് ഓർ ക്യാൻ ഐ ലീവ് എന്നും ചോദിക്കാം. രണ്ടും ചോദിക്കാം, രണ്ടും പെർമിഷനാണ്. പെർമിഷൻ മാത്രമല്ല, പൊക്കോട്ടെ എന്ന് നല്ല രീതിക്ക് ചോദിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഷാൽ ഐ ലീവ്. അപ്പോൾ ഇതിന് ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ലാസ്റ്റ് വൺ ആണെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട, ഇനിയും വേറെ ആയിട്ട് വരാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇത്ര പഠിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ നമ്മുടെ ഓഫീസിൽ. ഈ സമയത്തുള്ളത് തീർക്കണം എന്ന് നമ്മളോട് ആരെങ്കിലും പറയുകയെ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ പറയും, അതെന്ത് വന്നാലും എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ പറയും? ദർ ഇസ് നോ വേ ദാറ്റ് ഐ ക്യാൻ മീറ്റ് ദ ഡെഡ് ലൈൻ.
ഓക്കെ, ദർ ഇസ് നോ വേ ദാറ്റ് ഐ ക്യാൻ മീറ്റ് ദ ഡെഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് ഓഫീസിൽ പോയിട്ട് നന്നായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുക, ഷൈൻ ചെയ്യുക. ഇനി കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാഡറിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.